Hi all. In the last session, we discussed the entire structure and function of the cervical region. Okay, today we are going to discuss about the structure and function of the thoracic region, and if the time permits, we can discuss the lumbar region also. Okay. Okay, we already know that in the thoracic region we have 12 thoracic vertebrae. Okay, the same like that, same like the cervical region. We have in the thoracic region we have the typical thoracic vertebra. Okay, we have spinous process, transverse process, and demi-facets and superior facet or superior sagopophyseal facet, and the body. Okay, this is the structure of the thoracic region. In the thoracic region, there are 12 vertebrae is there. Okay, and in the thoracic region we have in the anterior portion the body and the pedicles. Okay, the vertebral foramen, the lamina, then the spinous process, and in the both side we have the costo-tubercular facet. That means എന്താണ് നമ്മളെ വെർട്ടിബ്രൽ സോറി ഈ നമ്മളെ തൊറാസിക് റീജിയനകത്ത് നിന്ന് ഏത് റിബ്സുമായിട്ട് കണക്ഷൻ ഉള്ളതാണ് ഈ കോസ്റ്റോ-ട്യൂബർക്കുലർ ഫേസിറ്റ്. ഓക്കെ, then the function of the thoracic region. The thoracic region is less flexible and more stable than the cervical region. Okay, if you are considering the cervical region, the thoracic region is less flexible, more stable than the cervical region. The cervical regionേക്കാളും ഫ്ലെക്സിബിലിറ്റി കുറവാണ്, ബട്ട് എന്താണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ് thoracic region, because അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് the limitations imposed by the structural elements such as rib cage and spinous process, taut psychopophyseal joint capsule, the ligamental flavum, and the dimension of the disc and the vertebral bodies. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂടാനും ഫ്ലെക്സിബിലിറ്റി കുറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്, റിബ് കേജ്. ഫസ്റ്റ് ആണ് റിബ് കേജ്. അതായത് നമ്മൾ റിബ് കേജ് ആർട്ടിക്കുലേഷൻ ചെയ്യുന്ന തൊറാസിക് വെർട്ടിബ്രാസുമായിട്ടാണ് ആർട്ടിക്കുലേഷൻ അല്ലേ. അപ്പോൾ ആൻറ്റീരിയർലി പോസ്റ്റീരിയർലി എന്താണ്, അതായത് പോസ്റ്റീരിയർലി ഇതിൻ്റെ റിബ് കേജിൻ്റെ, അതായത് ഓരോ റിബ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഈച്ച് തൊറാസിക് വെർട്ടിബ്രേൻ്റെകളാണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈനസ് പ്രോസസ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സ്പൈനസ് പ്രോസസ്സൊക്കെ എന്താണ് സംവേർഡ് വേർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടാണ്, അതായത് പോസ്റ്റീരിയറിലോട്ടല്ല ഇൻഫീരിയറിലോട്ടാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻഫീരിയറിലുള്ള പ്രൊജക്ഷൻ കൊണ്ട് തന്നെ എന്താണ്, അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ഈച്ച് സ്പൈനസ് പ്രോസസ്സ്, അതായത് ഓരോ വെർട്ടിബ്രേൻ്റെ ഈച്ച് സ്പൈനസ് പ്രോസസ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ അതും ഒരു റീസണാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും ഫ്ലെക്സിബിലിറ്റി കുറയാനുള്ള ഒരു റീസണാണ്. പിന്നെയുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ടോട്ട് സൈഗോപോഫിസിയൽ ജോയിൻറ്റ് ക്യാപ്സ്യൂൾസ്, അതായത് സൈഗോപോഫിസിയൽ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഫേസിക് ജോയിൻറ്റ്. ഓക്കെ, this one in this picture we can see that inferiorly the dark one. ഓക്കെ, ഇതാണ് സൈഗോപോഫിസിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ജോയിൻ്റ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ജോയിൻറ്റ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ടോട്ടായിരിക്കും അല്ലെങ്കിൽ ടൈറ്റാണ്, അതുമാണ്. പിന്നെയുള്ളത് പോസ്റ്റീരിയർ ലിഗമെൻ്റ് ഫ്ലേവത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ദി ഡിസ്ക് ആൻഡ് ദി വെർട്ടിബിൾ ബോഡീസ്. പിന്നെ വെർട്ടിബിൾ ബോഡീസും ഡിസ്കും തമ്മിലുള്ള ഡയമെൻഷൻ. ഓക്കെ, അതായത് ഇതിനെ ഫിക്സ് ആക്കിയിട്ടാണ് അതിനകത്തുള്ളത്, ഏത് ഡിസ്കും വെർട്ടിബിൾ ബോഡിയും തമ്മിലുള്ള ഇതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും റീസൺ കൊണ്ടാണ് ഇതിൻ്റെ എന്താണ് ഫ്ലെക്സിബിലിറ്റി കുറയുന്നതും സ്റ്റെബിലിറ്റി കൂടാനുള്ള റീസൺസ്. ഓക്കെ, ഈച്ച് thoracic vertebra articulate with the set of paired ribs provided by two joints, costo-vertebral and costo-transverse joint. അതായത് ഓരോ വെർട്ടിബ്രയിനകത്തും എന്താണ് ഈച്ച് വെർട്ടിബ്ര ആർട്ടിക്കുലേറ്റ് വിത്ത് സെറ്റ് ഓഫ് പെയർഡ് ലിപ്സ്, അതായത് ഒരു സെറ്റ് ഓഫ് പെയർഡ് റിബ്സുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റോ വെർട്ടിബ്രൽ ആൻഡ് കോസ്റ്റോ ട്രാൻസ്വേഴ്സ് ജോയിൻറ്റ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ജോയിൻറ്റുമായിട്ടും കോസ്റ്റോ വെർട്ടിബ്രൽ എന്ന് പറയുമ്പോൾ റിബ്സും വെർട്ടിബ്രൽ ജോയിൻറ്റുമായിട്ടുള്ളത് ആർട്ടിക്കുലേഷനും, പിന്നെ കോസ്റ്റോ ട്രാൻസ്വേഴ്സ് ജോയിൻറ്റ് ആർട്ടിക്കുലേഷൻ. അത് നിങ്ങൾ ഓൾറെഡി റിബ് കേജിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ദാറ്റ്
ഇൻ ദി സെഷൻ വി ഹാവ് എന്താണ് നമുക്ക് ഇതിന് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് കോസ്റ്റോ ട്രാൻസ്വേഴ്സും കോസ്റ്റോ വെർട്ടിബ്രൽ ജോയിൻറ്റ്സുമായിട്ട് ഇതിന് എന്താണ് രണ്ട് പെയേഴ്സ് ഓഫ് ജോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 2 ജോയിൻറ്റ്സ് ഉണ്ട്, കോസ്റ്റോ വെർട്ടിബ്രൽ ആൻഡ് കോസ്റ്റോ ട്രാൻസ്വേഴ്സ് ജോയിൻറ്റ്. ഓക്കെ, ദെൻ ദി കൈനമാറ്റിക്സ് എന്താണ്? കൈനമാറ്റിക്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓൾ മോഷൻസ് ആർ പോസിബിൾ ഇൻ ദ തൊറാസിക് റീജിയൻ. ഓക്കെ, എല്ലാ മോഷൻസ് എന്താണ് പോസിബിൾ ആണ്. ബട്ട് റേഞ്ച് ഓഫ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഈസ് എക്സ്ട്രീംലി ലിമിറ്റഡ് ഇൻ ദി അപ്പർ തൊറാസിക് റീജിയൻ. T1 to T6 വരെയുള്ള എന്താണ് ഫ്ലെക്ഷനും എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. ഓക്കെ, അപ്പോൾ മൂവ്മെൻ്റ് ഉണ്ട്, ഫ്ലെക്ഷൻ എക്സ്റ്റൻഷനും ഉണ്ട്, ബട്ട് എന്താണ് ഇറ്റ്സ് എ ലിമിറ്റഡ് മോഷനാണ്. ഫ്ലെക്ഷനും എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് മോഷനാണ്. ഓക്കെ, ഫ്രം T1 to T6 റീജിയൻ. ഓക്കെ, ഇൻ ദ ലോവർ പാർട്ട് എന്ന് പറയുന്നത് T9 to T12. In the lower part, the thoracic region, the psychopophyseal facet lies more in sagittal plane, allowing an increased amount of flexion and extension, and lateral flexion and rotation are free in the upper thoracic region. ഓക്കെ, ഇതിനകത്ത് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദി തൊറാസിക് റീജിയൻ T9 to T12 എടുക്കുന്നതാണെങ്കിൽ ദ സൈഗോപ്പോഫേസിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഫേസിക് ജോയിൻ്റ് എന്ന് പറയുന്നത് സജേറ്റൽ പ്ലെയിനിലാണ്, മോർ സജേറ്റൽ പ്ലെയിനിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് അലോയിങ് ആൻ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് T9 to T12 വരെ അവിടെ എന്താണ് ഒരു നോർമൽ, അതായത് അപ്പർ തൊറാസിക് റീജിയനേക്കാളും കൂടുതലായിട്ട് ഫ്ലെക്ഷനും എക്സ്റ്റൻഷൻ്റെയും പോസിബിലിറ്റി കൂടുതലുണ്ട്, റേഞ്ച് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, ദെൻ ലാറ്ററൽ ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ ആർ ഫ്രീ ഇൻ ദ അപ്പർ തൊറാസിക് റീജിയൻ. അപ്പർ തൊറാസിക് റീജിയനിലാണെങ്കിൽ ലാറ്ററൽ ഫ്ലെക്ഷനും റൊട്ടേഷനാണ് ഫ്രീ ആണ്. ഓക്കെ, അവിടെ അങ്ങനെ പോസിബിലിറ്റി ഇല്ല, റൊട്ടേഷൻ്റെ പോസിബിലിറ്റി ഇല്ല. ദെൻ ദി ഫ്ലെക്ഷൻ ഇൻ ദ തൊറാസിക് റീജിയൻ ലിമിറ്റഡ് ബൈ ടെൻഷൻ ഓഫ് ഇൻ ദ PLL. അതായത് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഫ്ലെക്ഷൻ ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ T1 to T6 വരെ വളരെ ചെറിയ മൂവ്മെൻറ്റേ ഉള്ളൂ. T9 to T12 എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി എന്താണ് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും പോസിബിൾ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് ദ സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റ്. ഓക്കെ, ദെൻ ദി ഫ്ലെക്ഷൻ ഇൻ ദ തൊറാസിക് റീജിയൻ ഈസ് എൻ്റയർ തൊറാസിക് റീജിയനിലെ എല്ലാ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലെസ്സാണ്. ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും എല്ലാം എന്ന് പറയുന്നത് എൻ്റയർ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും എല്ലാം ലിമിറ്റഡ് ആണ്, കൂടുതലായിട്ട് മൂവ്മെൻറ്റ്സ് അവിടെ പോസിബിൾ അല്ല. ഓക്കെ, ഫ്ലെക്ഷൻ ഇൻ ദ തൊറാസിക് റീജിയൻ ലിമിറ്റഡ് ബൈ ദി ടെൻഷൻ ഇൻ ദ പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റ്. പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റിൻ്റെ ടെൻഷൻ കൊണ്ട് എന്താണ് ഫ്ലെക്ഷൻ ലിമിറ്റഡ് ആണ്. ആൻഡ് ദ ലിഗമെൻറ്റ് ഓഫ് ഫ്ലേവം and the interspinous ligament and the capsule of the സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റ്. ഇത്രയും റീസൺസ് ആണ് ഏത് ഫ്ലെക്ഷണൽ ലിമിറ്റ് ചെയ്യാനുള്ള റീസൺസ്. അതായത് ടെൻഷൻ ഇൻ ദ പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റ്, ദെൻ ലിഗമെൻറ്റ് ഓഫ് ഫ്ലേവം ആൻഡ് ടെൻഷൻ ഇൻ ദ ഇന്റർസ്പൈനസ് ലിഗമെൻറ്റ് ആൻഡ് ദ ക്യാപ്സ്യൂൾ ഓഫ് ദ സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റ്. ഓക്കെ, സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റിൻ്റെ ഇത്രയും സ്ട്രക്ചേഴ്സിൻ്റെ എന്താണ് ടെൻഷൻ കൊണ്ട് നമുക്ക് ഫ്ലെക്ഷൻ ലിമിറ്റഡ് ആണ്. ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ദ തൊറാസിക് റീജിയൻ ഈസ് ലിമിറ്റഡ് ബൈ ദി കോണ്ടാക്ട് ഓഫ് ദ സ്പൈനസ് പ്രോസസ്. അതായത് എക്സ്റ്റൻഷൻ ലിമിറ്റഡ് ആണുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, കോണ്ടാക്ട് ഇൻ ദ സ്പൈനസ് പ്രോസസ്സിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടു, സംവാട്ട് വെർട്ടിക്കൽ ഡൗൺവേർഡ്സ് ആണ്, അല്ല ഇൻഫീരിയറിലോട്ടാണ് അതിൻ്റെ പ്രൊജക്ഷൻ ഉള്ളത്. അപ്പോൾ ഈച്ച് സ്പൈനസ് പ്രോസസ്സ്, ഓരോ വെർട്ടിബ്രേൻ്റെയും ഈച്ച് സ്പൈനസ് പ്രോസസ്സ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എക്സ്റ്റൻഷൻ അവിടെ ലിമിറ്റഡ് ആണ്. ദെൻ ദി ലാമിനെ ഒരു റീസൺ ആണ്. എൻ്റെ സൈഗോപ്പോഫേസിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത് അത്രയും ടോട്ടായിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെയും എക്സ്റ്റൻഷൻ്റെ സമയത്ത് സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റ്സും ക്ലോസ് ആവും. സോ ദാറ്റ് എന്താണ് അത് എക്സ്റ്റൻഷൻ ലിമിറ്റഡ് ആവുള്ള റീസൺ ഉണ്ട്. ആൻഡ് ടെൻഷൻ ഇൻ ദ ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റ് ആൻഡ് സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റ് ക്യാപ്സ്യൂൾ. അതായത് ടെൻഷൻ ആൻറ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റിൻ്റെയും സൈഗോപ്പോഫേസിയൽ ജോയിൻറ്റിൻ്റെയും ആൻഡ് അബ്ഡോമിനൽ മസിൽസിൻ്റെയും ടെൻഷനും നമ്മൾ എക്സ്റ്റൻഷനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം എവിടെ, ഇൻ ദ thoracic region. Okay, these are the reasons for the limited range of motion which are available in the thoracic region. Okay, then the lateral flexion is restricted by the impact of the zygapophyseal facet on the convexity of the lateral flexion curve and by the limitation imposed by the rib cage. അപ്പോൾ lateral ഫ്ലെക്ഷൻ ലിമിറ്റഡ് ആവാനുള്ള റീസൺ, ലാറ്ററൽ ഫ്ലെക്ഷനും റൊട്ടേഷനും നമുക്ക് ലിമിറ്റഡ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് റിബ് കേജ് ഫേസിറ്റിൻ്റെ എന്താണ് പൊസിഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ലാറ്ററൽ ഫ്ലെക്ഷനും റൊട്ടേഷൻസ് ഒക്കെ ലിമിറ്റഡ് ആണ്. ഓക്കെ, റൊട്ടേഷൻ ഓഫ് ദ thoracic ബോഡി
ടു ദി ലെഫ്റ്റ് പൊസിഷൻ. ഇതിൻ്റെ അത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, എല്ലാം ലിമിറ്റഡ് ആണ്. റൊട്ടേഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. എൻ്റയർ മൂവ്മെൻറ്റ് എല്ലാം പോസിബിൾ ആണ്, ബട്ട് എന്താണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ഫങ്ഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി thoracic region. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ലംബർ റീജിയൻ. ഓക്കെ, ഇത് ലംബർ റീജിയൻ നമുക്ക് നോക്കുന്നതാണെങ്കിൽ വി ഹാവ് ലംബർ റീജിയനിൽ 5 vertebrae ആണുള്ളത്. ഓക്കെ, ദ ഫസ്റ്റ് 4 ലംബർ vertebrae ആർ സിമിലർ ഇൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ L1 to L4 എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് എന്താണ്, സിമിലർ ആണ്. ദ ഫിഫ്ത്ത് ലംബർ vertebra ഹാസ് സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ ഫോർ ദി ആർട്ടിക്കുലേഷൻ വിത്ത് സാക്രം. അപ്പോൾ ഫിഫ്ത്തിന് ചെറിയൊരു വേരിയേഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാക്രമായിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, സാക്രത്തിൻ്റെ ബേസ് സുപ്പീരിയർ പാർട്ടുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഫിഫ്ത്തിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ എന്താണ്, നമ്മൾ ഫസ്റ്റ് മുതൽ 4 വരെയുള്ള വെർട്ടിബ്ര എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം, വെർട്ടിബ്രയിൽ നിങ്ങൾക്ക് ഓൾറെഡി അനാട്ടമി യു നോ ദാറ്റ് എന്താണ്, ബോഡി എന്ന് പറയുന്നത് ലാർജ് ആണ്, തിക്നെസ് കൂടുതലാണ് അല്ലേ. ലംബാർ റീജിയൻ്റെ ബോഡി എന്ന് പറയുന്നത് ഹൈ ആണ്, സ്പൈനസ് പ്രോസസ്സിൻ്റെ സൈസ് കുറവാണ്, പെഡിക്കിൾസിൻ്റെ സൈസ് കുറവാണ്. ഓക്കെ, അപ്പോൾ സുപ്പീരിയർ ഫേസിട്ട് നിങ്ങൾക്ക് കാണാം, എല്ലാ വെർട്ടിബ്രയുള്ള പോലെ തന്നെ നമുക്ക് എന്താണ്, ഇതിൻ്റെ സ്പൈനസ് പ്രോസസ്സ് കാണാം. സ്പൈനസ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഉണ്ടാവില്ല, ചെറിയ തിക്കായിരിക്കും. മൊത്തത്തിൽ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും റദർ ദാൻ thoracic റീജിയൻ ആൻഡ് സർവൈക്കൽ റീജിയൻ അല്ലേ. പിന്നെ അതിൻ്റെ അത് സ്പൈനസ് പ്രോസസ്സ് ഉണ്ട്, സുപ്പീരിയർ ഫേസിറ്റ് ഉണ്ട്, പിന്നെ ലാറ്ററൽ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഉണ്ട്, വെർട്ടിബ്രൽ ഫോറാമൻ ആൻഡ് ബോഡി, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അനാട്ടമി അറിയാം. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഒരു കാര്യമായിട്ടുള്ളൊരു നിങ്ങൾക്ക് ഇതിൻ്റെ അത് ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ദ ലംബോ സാക്രൽ ആർട്ടിക്കുലേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഫിഫ്ത്ത് ലംബർ വെർട്ടിബ്ര ആൻഡ് ഫസ്റ്റ് സാക്രൽ സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓരോ വെർട്ടിബ്ര എടുക്കുന്നതാണ്, ലംബർ റീജിയൻ എടുക്കുന്നതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ലംബോ സാക്രൽ ആർട്ടിക്കുലേഷൻ. അതായത് ലംബർ റീജിയനും സാക്രവും തമ്മിലുള്ള ആർട്ടിക്കുലേഷനാണ് ഏത്, ലംബോ സാക്രൽ ആർട്ടിക്കുലേഷൻ ഈസ് ഫോംഡ് ബൈ ദ ഫിഫ്ത്ത് ലംബർ വെർട്ടിബ്ര. ഫിഫ്ത്ത് ലംബർ വെർട്ടിബ്രൻ്റെയും ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫിഫ്ത്ത് ലംബാർ വെർട്ടിബ്രേൻ്റെ ഇൻഫീരിയർ പാർട്ടും സാക്രത്തിൻ്റെ സുപ്പീരിയർ പാർട്ടും ആർട്ടിക്കുലേഷൻ ചെയ്യുന്ന ഈ ആംഗിളാണ് ഇത് ലംബോ സാക്രൽ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് സാക്രൽ സെഗ്മെൻറ്റ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് സ്ലൈറ്റ്ലി ആൻറ്റീരിയർലി. അതായത് നമുക്ക് ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സാക്രൽ സെഗ്മെൻറ്റ് വിച്ച് ഈസ് ഇൻക്ലൈൻഡ് സ്ലൈറ്റ്ലി ആൻറ്റീരിയർലി ഇൻഫീരിയർലി. അതായത് സാക്രൽ വെർട്ടിബ്ര എടുക്കുന്നതാണെങ്കിൽ അതിനകത്ത് ലംബോ സാക്രൽ ആർട്ടിക്കുലേഷൻ എടുക്കുന്നതാണെങ്കിൽ അതിനകത്ത് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സാക്രൽ സെഗ്മെൻറ്റ് ഇൻക്ലൈൻഡ് ആൻറ്റീരിയർ അതിലോട്ട് ചെറുങ്ങനെ ഇൻക്ലൈൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇൻക്ലൈൻ ആൻറ്റീരിയർ ഓക്കെ, അപ്പോൾ നമ്മൾ ലംബോ സാക്രൽ ആംഗിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ, അതായത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സാക്രത്തിൻ്റെ സുപ്പീരിയർ പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ആൻറ്റീരിയർ ഇൻഫീരിയർലി ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു ആംഗിളാണ് ഏത്, ഈ പൊസിഷൻ ഓഫ് ദി സാക്രം വിച്ച് റെഫേർഡ് വിത്ത് ഏത് ലംബാർ വെർട്ടിബ്ര, ഫിഫ്ത്ത് ലംബാർ വെർട്ടിബ്ര. അതിൻ്റെ ഒരു ആംഗിളാണ് ഏത്, സാക്രത്തിൻ്റെ ആംഗുലേഷൻ. അതായത് സാക്രത്തിൻ്റെ ആംഗുലേഷൻ ഫിഫ്ത്ത് ലംബാർ വെർട്ടിബ്രയും ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാക്രം എന്താണ്, ജസ്റ്റ് ഒന്ന് ആൻറ്റീരിയർലി ആൻഡ് ഇൻഫീരിയർലി ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ആ ഒരു ആംഗിളാണ് ഇത് ലംബോ സാക്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നോർമലി ലംബോ സാക്രൽ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഓക്കെ, നോർമൽ 30 ഡിഗ്രിയാണ് ഇതിൻ്റെ ലംബോ സാക്രൽ ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, ദ സൈസ് ഓഫ് ദി ആംഗിൾ വേരീസ് വിത്ത് പൊസിഷൻ ഓഫ് പെൽവിസ് ആൻഡ് അഫക്റ്റ് ദി സൂപ്പർ ഇമ്പോസ്ഡ് കർവേച്ചർ. അതായത് ആംഗിൾ നമുക്ക് എന്താണ്, പെൽവിസിൻ്റെ പൊസിഷനൊക്കെ എന്താണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പെൽവിസിൻ്റെ പൊസിഷൻ നമുക്ക് എന്താണ്, പെൽവിസ് ആൻറ്റീരിയർലി ടിൽറ്റഡ് ആണെങ്കിൽ ലംബോസാക്രൽ ആംഗിൾ എന്താണ്, കുറയാൻ ചാൻസ് ഉണ്ട്. പെൽവിസ് പോസ്റ്റീരിയർലി ടിൽറ്റഡ് ആകുന്ന സമയത്ത് ലംബോസാക്രൽ ആംഗിൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇൻക്രീസ് ഇൻ ദ ആംഗിൾ വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ലോഡോസിസ്. അതായത് ലംബോസാക്രൽ ആംഗിൾ കൂടുകയാണെങ്കിൽ എന്താണ്, ലംബോസാക്രൽ ആംഗിൾ കൂടുമ്പോൾ എന്താണ്, ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ ആംഗിൾ വിത്ത് വിൽ റിസൾട്ട് ഇൻ ദി ഇൻക്രീസ് ഇൻ ദ ലോഡോസിസ് കർവ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് എന്താണ്, ഈ ലംബോസാക്രൽ ആംഗിൾ കൂടുമ്പോൾ എന്താണ്, ലംബോസാക്രൽ ആംഗിൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ലോഡോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. And will increase in the amount of joint. An increase in the angle will result in an increase in the lordosis of the lumbar curve, and it will increase in the amount of shearing stress of the lumbosacral angle. So lumbosacral angle കൂടുമ്പോൾ തന്നെ
ഈ ലംബോസൈക്കിൾ ആംഗിൾ കൂടുമ്പോൾ തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ സാക്രൽ ജോയിൻറ്റും സാക്രം സുപ്പീരിയർ പാർട്ടും ലംബ L5ൻ്റെ ഇൻഫീരിയർ പാർട്ടും തമ്മിലുള്ള ഷിയറിങ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ലംബാർ റീജിയൻ ലംബോസൈക്കിൾ ആംഗിളിൽ ചെറിയ എന്താണ് നമുക്ക് ആർത്രൈറ്റിക് ചേഞ്ചസോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് കൂടുമ്പോൾ എന്താണ് ജോയിൻറ്റിൻ്റെ ആർത്രൈറ്റിക് ചേഞ്ചസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, ലംബോസൈക്കിൾ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ലംബോസൈക്കിൾ ആംഗിൾ എന്ന് പറയുന്നത്. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആംഗിൾ കൂടുക എന്ന് പറയുമ്പോൾ സാക്രം എന്താണ് സാക്രത്തിൻ്റെ പൊസിഷൻ ആൻറ്റീരിയറിലോട്ട് ഇൻഫീരിയറിലോട്ട് കൂടും. ആൻറ്റീരിയറിലോട്ട് ഇൻഫീരിയറിലോട്ട് വരുന്ന തോറും എന്താണ് ഈ ആംഗിൾ എന്താണ് കൂടും. ഈ ആംഗിൾ കൂടും. ഓക്കെ, അപ്പോൾ ആംഗിൾ കൂടുന്ന സമയത്ത് ഈ സാക്രത്തിൻ്റെ പൊസിഷൻ ആൻറ്റീരിയറിലോട്ട് ഇൻഫീരിയറിലോട്ട് വരുന്ന സമയത്ത് ആംഗിൾ കൂടും. നോർമലി എന്താണ് അവിടെ ലോഡോട്ടിക് കേവ്, അതായത് പോസ്റ്റ് ലംബാർ റീജിയനിൽ കേവ് കൂടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ലംബോസാക്രൽ ജോയിൻറ്റ് ഷിയറിങ് ഫോഴ്സ് ഉണ്ടാവാം. അവിടെ ആർത്രൈറ്റിക് ചേഞ്ചസോ പെയിനും കാര്യങ്ങളോ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷനും കാര്യങ്ങളും പറയാനുള്ളത്. ഇതിൻ്റെ ലിഗമെൻറ്റ്സ് ആൻഡ് ഫേഷ്യ. അപ്പോൾ ലിഗമെൻറ്റ്സും ഫേഷ്യ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ദ ലിഗമെൻറ്റ് ഓഫ് ഫ്ലേവം ആൻഡ് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റ്, ligament of flavum, posterior longitudinal ligament, anterior longitudinal ligament, and interspinous and supraspinous ligament and joint capsule. അത് ഓൾറെഡി നമുക്ക് ഡിസ്കസ് ചെയ്തതാണ്. ligament of flavum, posterior longitudinal ligament, anterior longitudinal ligament, and interspinous ligament, and the supraspinous ligaments, and the joint capsule. The iliolumbar ligaments and the thoracolumbar fascia. വേറെ നമ്മൾ പറയുന്നതാണ് എക്സ്ട്രാ ഉള്ളത് iliolumbar ligaments and the thoracolumbar fascia. The iliolumbar ligaments consist of series of bands. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇല്ലിയോലംബാർ ലിഗമെൻറ്റ്സ്, അതായത് ലംബാർ റീജിയണ്, അതായത് പെൽവിസിൻ്റെ ഇല്ലിയം, ഓക്കെ, ഇല്ലിയ ക്രസ്റ്റും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഇല്ലിയോലംബാർ ലിഗമെൻറ്റ്. ഓക്കെ, ഇല്ലിയോലംബാർ ലിഗമെൻറ്റിൻ്റെ എന്താണ് സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻറ്റും ലിഗമെൻറ്റ് ഫ്ലേവും സുപ്രാസ്പൈനസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. തന്നെയാണ് ഇല്ലിയോലംബാർ ലിഗമെൻറ്റ്. ദ ഇല്ലിയോലംബാർ ലിഗമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ബാൻഡ്, അതായത് ഒരുപാട് ബാൻഡ്സ് ഉണ്ട്. ഇല്ലിയോലംബാർ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് സീരീസ് ഓഫ് ബാൻഡ്സ് ഉണ്ട്. ദാറ്റ് ആർ എക്സ്റ്റെൻഡ് ഫ്രം ദി ടിപ്സ് ഓഫ് ദി ബോർഡർ ഓഫ് ദി ട്രാൻസ്വേഴ്സ് പ്രോസസ് ഓഫ് L4 to L5. L4ൻ്റെയും L5ൻ്റെയും ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെ ടിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അറ്റാച്ച് ബൈലാറ്ററൽ രണ്ട് സൈഡിലേക്കും, അതായതൊക്കെ. അപ്പോൾ ഒരു L4 L5ൻ്റെ റൈറ്റ് ലെഫ്റ്റിലേക്കും പോകുന്ന ലെൻഡിൽ എന്താണ് ടു ബൈലാറ്ററലി അത് ട്രാൻസ്വേഴ്സ് ചെയ്തിട്ട് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഇല്ലിയ ക്രസ്റ്റ് ഓഫ് ദി പെൽവിസ്. ഓക്കെ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇല്ലിയോലംബാർ ലിഗമെൻറ്റ്സ് ആണ്. ഇല്ലിയോലംബാർ ലിഗമെൻറ്റ് ഈ L5ൻ്റെ റീജിയനിലാണ് ഇപ്പോൾ ഉള്ളത്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് പോകുന്നത്, ഇല്ലിയ ക്രസ്റ്റിലേക്കാണ് ഇത് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് ഇല്ലിയോലംബാർ ലിഗമെൻറ്റ്. ഓക്കെ, ആൻഡ് ദർ ആർ 3 പ്രൈമറി ബാൻഡ്സ്. അതിന് തന്നെ നമുക്കൊരു 3 പ്രൈമറി ബാൻഡ്സ് ഉണ്ട്. ഒന്ന് വെൻട്രൽ, വിച്ച് മീൻസ് ആൻറ്റീരിയർ ബാൻഡ്. ഓക്കെ, ആൻറ്റീരിയർ ബാൻഡ് എന്ന് പറയുന്നത്, ഓക്കെ, ഇതിൻ്റെ ഇല്ലിയോലംബാർ ലിഗമെൻറ്റിൻ്റെ ആൻറ്റീരിയർ ബാൻഡ് എന്ന് പറയുന്നത് which runs from the ventral caudal aspect, അതായത് anterior and inferior aspect of the transverse process of the L5 to the ventral surface of the iliac crest and iliac tuberosity. അതായത് ഇതിൻ്റെ 3 ബാൻഡ്, ഇല്ലിയോലംബാർ ലിഗമെൻറ്റ് 3 ബാൻഡാണ്. ഒന്ന് ആൻറ്റീരിയർ ബാൻഡാണ്. ആൻറ്റീരിയർ ബാൻഡ് റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻട്രൽ കോഡൽ സെൽഫ്, അതായത് ആൻറ്റീരിയർ and inferior aspect of the transverse process of L5. L5ൻ്റെ anterior and inferior aspect of the transverse process സ്റ്റാർട്ട് ചെയ്തിട്ട് വെൻട്രൽ സർഫേസ്, ആൻറ്റീരിയർ സർഫേസ് ഓഫ് ദി ഇലിയാക് ക്രസ്റ്റും ഇലിയാക് ട്യൂബറോസിറ്റിൻ്റെയും ആൻറ്റീരിയർ സർഫേസിലേക്ക് പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ഏത് ആൻറ്റീരിയർ ബാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഏതുള്ളത് സെക്കൻഡാണ് ഡോർസൽ ബാൻഡ് ഓർ പോസ്റ്റീരിയർ ബാൻഡ് റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് റൺസ് ഫ്രം ദി ടിപ്പ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് പ്രോസസ്. L5ൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ക്രേനിയൽ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ക്രേനിയൽ പാർട്ട് ഓഫ് ദി ഇലിയ ക്രസ്റ്റ്, അതായത് അതിൻ്റെ മേലെ സുപ്പീരിയർ പാർട്ട് ഓഫ് ദി ഇലിയ ക്രസ്റ്റിലാണ് ഇലിയ ക്രസ്റ്റും അറ്റ് ദി ഇലിയക് ട്യൂബറോസിറ്റിയിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ഏത് ഡോർസൽ ബാൻഡ്. ഓക്കെ, ഡോർസൽ ബാൻഡ് ഓർ പോസ്റ്റീരിയർ ബാൻഡ്. അതിൻ്റെ തേർഡ് ബാൻഡ് എന്ന് പറയുന്നത് സാക്രൽ ബാൻഡ് എന്ന് പറയുന്നത് sometimes called
sacral ligament, lumbosacral ligament ആയിട്ട് ഇതിനെ പറയും lumbosacral ligament എന്ന് പറയുന്നത്, which runs from the ventral aspect. Okay, ventral aspect of the എന്ന് പറയുന്നത് അതിൻ്റെ ആസ്പെക്ട്, ventral aspect of the transverse process of the L5 and the ala of the sacrum. sacrത്തിന് ala എന്ന് പറഞ്ഞാൽ structure, ala of the sacrum to the sacral surface of the iliac tuberosity of the iliac crest. Okay, sacral surface of the iliac tuberosity of the iliac crest. iliac tuberosity അറ്റാച്ച് ചെയ്യുന്നതാണ് ഈ സാക്രൽ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ സാക്രൽ ലിഗമെന്റ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ലംബാർ ലിഗമെന്റ്, അതിൻ്റെ 3 ബാൻഡ്സ്, വെൻട്രൽ, ഡോർസൽ ആൻഡ് സാക്രൽ. ഓക്കെ, പിന്നെ നമുക്ക് കാര്യമായിട്ടെന്ന് പറയുന്നത് തൊറാക്കോ ലംബാർ ഫേസ് ആണ്. തൊറാക്കോ ലംബാർ ഫേസ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലംബോ ഡോർസൽ ഫേസ്. ഈസ് കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ്. ഒന്ന് പോസ്റ്റീരിയർ ലെയർ ഉണ്ട്, മിഡിൽ ലെയർ ഉണ്ട്, അതിനത് ആൻറ്റീരിയർ ലെയർ. ലംബോ സാക്രൽ ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫേസിയാണ്. അതിനകത്ത് 3 ലെയറായിട്ടാണ് ഇതിൻ്റെ ആർട്ടിക്കുലേഷൻ വരുന്നത്. പോസ്റ്റീരിയർ ലെയർ, മിഡിൽ ലെയർ ആൻഡ് ദി ആൻറ്റീരിയർ ലെയർ. ഓക്കെ, നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഓരോ മസിൽസിൻ്റെയും ഇൻ ബിറ്റ്വീൻ അല്ലേ, ഓരോ മസിൽസിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് മസിൽസിൻ്റെ ആർട്ടിക്കുലേഷൻ്റെ ഇടയ്ക്കായിട്ട് എൻഡയർ തൊറാക്കോ ലംബാർ ഫേഷ്യ, അതായത് ലംബാറിൻ്റെയും തൊറാക്കിക് റീജിയൻ്റെ എൻഡയർ കവർ ചെയ്യുന്ന ഫേഷ്യയാണ് ഈ തൊറാക്കോ ലംബാർ ഫേഷ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലംബോ ഡോർസൽ ഫേഷ്യ. ഓക്കെ, നിങ്ങൾ അനാട്ടമി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് സോ ദാറ്റ് ഈ സെഷൻ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ ദി ഫങ്ഷൻ ഓഫ് ദി ലംബാർ റീജിയൻ. ഫങ്ഷൻ ഓഫ് ദി ലംബാർ റീജിയൻ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ കാര്യമായിട്ട് പറയാനുള്ളത് ലംബാർ പെൽവിക് റീതാണ്. ലംബാർ പെൽവിക് റീതാണ് അല്ലെങ്കിൽ ലംബാർ പെൽവിക് റീതം. ഓക്കെ, അതിനകത്ത് ദ ലംബാർ റീജിയൻ ഈസ് കേപ്പബിൾ ഫോർ മൂവ്മെൻറ്റ് ഇൻ ദി ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. ലംബാർ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ ദ ലംബാർ റീജിയൻ ഈസ് കേപ്പബിൾ ഓഫ് മൂവ്മെൻറ്റ് ഇൻ ദി ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ആൻഡ് ലാറ്ററൽ ഫ്ലെക്ഷൻ ഓഫ് ആൻഡ് റൊട്ടേഷൻ. അപ്പോൾ ലംബാർ റീജിയൻ മൂവ്മെൻറ്റ്സ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്ഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്, ലാറ്ററൽ ഫ്ലെക്ഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. ഇൻ ദ ലംബാർ റീജിയൻ ദ പ്യുവർ ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ can occur, but coupled motion always occur the lateral flexion and acceleration. അപ്പോൾ ലംബാർ റീജിയനകത്ത് പ്യുവർ ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ആണ്. നമുക്ക് എന്താണ് പ്യുവറായിട്ട് മൂവ്മെൻറ്റ് വരുന്നതാണെങ്കിൽ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ മൂവ്മെൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള ലാറ്ററൽ ഫ്ലെക്ഷൻ റൊട്ടേഷൻ എന്ന് പറയുന്നത് കപ്പിൾഡ് മൂവ്മെൻ്റ് ആണ്. അതായത് വേറെ എന്താണ് കപ്പിൾഡ് മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 1-2 മൂവ്മെൻറ്റ്സ് ടുഗദർ മൂവ് ചെയ്യുന്നതാണ് കപ്പിൾഡ് മൂവ്മെൻറ്റ്. ഓക്കെ, ദ ലംബാർ പെൽവിക് റിതം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലംബാർ പെൽവിക് റിതം എന്ന് പറയുന്നത് ഇസ് ദ സൈമിൾട്ടേനിയസ് ആക്ടിവിറ്റി ഓഫ് ദി ലംബാർ ഫ്ലെക്ഷൻ ആൻഡ് ആൻറ്റീരിയർ ടിൽറ്റിംഗ് ഓഫ് ദി പെൽവിസ് ഇൻ ദ സജൈറ്റൽ പ്ലെയിൻ ഡ്യൂറിങ് ട്രങ്ക് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. അതായത് നമ്മുടെ ട്രങ്ക് നമ്മൾ സ്റ്റാൻഡിങ് ക്ലോസ് ബാക്ക് പൊസിഷനിൽ എന്താണ് നിൽക്കുന്ന സമയത്ത് ട്രങ്ക് ഫ്ലെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇസ് എ സൈമിൾട്ടേനിയസ് ആക്ടിവിറ്റി ഓഫ് ലംബാർ ഫ്ലെക്ഷൻ, അതായത് ലംബാർ റീജിയനിലെ ഫ്ലെക്ഷനും ആൻറ്റീരിയർ ടിൽറ്റിംഗ് ഓഫ് ദ പെൽവിസിൻ്റെയും ടുഗദർ ഉള്ള മൂവ്മെൻ്റാണ് ഏത് ലംബാർ പെൽവിക് റിതം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ലംബാർ റീജിയൻ്റെയും പെൽവിസിൻ്റെയും ഒരുമിച്ചുള്ള കോർഡിനേറ്ററുള്ള മൂവ്മെൻ്റാണ് ലംബാർ പെൽവിക് റിതം. ഈസ് എ കമ്പൈൻഡ് ലംബാർ ആൻഡ് പെൽവിക് motion in lumbar pelvic rhythm. Okay, combination of lumbar movement and pelvic movement. Okay, the activity of bending over touch one's toes with knees straight. അതായത് നമ്മൾ സ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ട് നീസ് എന്താണ് ഫ്ലെക്ഷൻ ഇല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പേഴ്സൺ ഈ പിക്ചറിൽ പോകുന്നത് എന്താണ് ഒരാൾ എന്ത് ചെയ്യുന്നത് നീസ് ഫ്ലെക്ഷനിലേക്ക് കൊണ്ടുപോകാണ്ട് എന്ത് ചെയ്യുന്നത് എൻ്റയർ എന്താണ് ഫ്ലെക്ഷനിലേക്ക് പോകുന്നത്, അതായത് ട്രങ്ക് ഫ്ലെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് കൈ എന്ത് ചെയ്യുക നമ്മുടെ ടോസിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ എൻ്റയർ ബെൻഡ് ചെയ്യുക. ഓക്കെ, ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബെൻഡിങ് ഫോർവേഡ് കൺസിഡർ ലംബാർ ഫ്ലെക്ഷൻ ഫോളോഡ് ബൈ ആൻറ്റീരിയർ ടിൽറ്റിംഗ് ഓഫ് ദ പെൽവിസ് അറ്റ് ദ ഹിപ്പ് ജോയിൻറ്റ്. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലംബാർ പെൽവിക് റീതം എന്ന് പറയുന്നത് എൻ്റയർ ട്രങ്ക് ഫ്ലെക്ഷൻ, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ നിന്നിട്ട് എന്ത് ചെയ്യുക താഴേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് മുട്ടുമടക്കാതെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഉണ്ടാകുന്ന എന്താണ് ലംബാർ ഫ്ലെക്ഷൻ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ലംബാർ ഫ്ലെക്ഷനാണ് ഇനീഷ്യലി ഉണ്ടാകുന്നത്, ഫോളോഡ് ബൈ ദി ആൻറ്റീരിയർ ടിൽറ്റിംഗ് ഓഫ് ദ പെൽവിസ് അറ്റ് ദ ഹിപ്പ് ജോയിൻറ്റ്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം വരുന്നത് എന്താണ് ലംബാർ റീജിയനിൽ ഫ്ലെക്ഷൻ വരും, പിന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി പെൽവിസിൻ്റെ ആൻറ്റീരിയർ ടിൽറ്റിംഗ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മൂവ്മെൻറ്റ് ടുഗദർ നമ്മൾ പറയുന്ന ഈ കമ്പൈൻഡ് മൂവ്മെൻറ്റാണ് ലംബാർ
lumbar sorry pelvic rhythm എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് എന്താ when a person എന്താണ് touch the hands on the feet or on the floor without bending the knees, there will be a combined movement of lumbar region. Pelvis on the hip region, ഇതാണ് lumbar pelvic rhythm. ഓക്കെ, ആൻഡ് ഏതും ഫ്ലെക്ഷനും ലംബാർ റീജിയനിൽ ഫ്ലെക്ഷനും അപ്പോൾ ആ പൊസിഷൻ ബാക്ക് നോർമലി വരുന്നതാണ് അവിടെ വരുന്നത് എന്താണ് പോസ്റ്റീരിയർ ടിൽറ്റിംഗ് ആണ് ആദ്യം ഉണ്ടാകുന്നത്. പോസ്റ്റീരിയർ ടിൽറ്റിംഗ് ഓഫ് ദ പെൽവിസ് ആൻഡ് ദി followed by the extension of the lumbar spine. Okay, hope everybody clear. If any doubts, please ask me.